അമൃതതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണല്ലോ. ഇന്നത്തെ ആസ്വാദനവും ശ്രീകൃഷ്ണനെ കുറിച്ചാവട്ടെ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരേവരും സാധാരണ പറയാറുള്ളതാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. പരീക്ഷണങ്ങളാണല്ലോ ഭഗവാനെ എല്ലായ്പ്പോഴും എന്ന് ഗുരുവിട്ടുകൊണ്ടേയിരിക്കും ഭക്തരൊക്കെ. സാക്ഷാൽ ഗുരുഭവനപുരേശനായ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ പരീക്ഷിക്കുകയാണല്ലോ ദൈവമേ. ഇത് പറയാത്തവരായി ആരും തന്നെ മലയാളികളും ഉണ്ടാവില്ല. ഭാരതത്തിലുടനീളം ശ്രീകൃഷ്ണനെ ഭജിക്കുന്നവരെല്ലാവരും പറയും ശ്രീകൃഷ്ണൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന്. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ വാസ്തവം എന്തായിരിക്കും? നമുക്കതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. സാധാരണ ഒരുപക്ഷെ ഭഗവാൻ നമ്മുടെ ജീവിതമാകുന്ന ഈ പരീക്ഷയിൽ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മളെ ബോധവാന്മാരാക്കുകയാണോ? അങ്ങനെ ആവുമോ? നമുക്ക് നോക്കാം. നമ്മുടെ അധ്യാപകരെ തന്നെ എടുക്കാം. ഒരു നല്ല അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥി അവൻ എത്രത്തോളം പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാം. അതുപോലെ അധ്യാപകർ പരീക്ഷ നടത്തുമ്പോൾ വിദ്യാർത്ഥികൾ തൻ്റെ വിദ്യാർത്ഥി എത്ര നേരം കൊണ്ട് എത്ര സ്പീഡിൽ അവന് പരീക്ഷ എഴുതാൻ സാധിക്കും, അവൻ എത്രത്തോളം, ഓരോ കുട്ടിയും എത്രത്തോളം പരീക്ഷ എഴുതും, എത്ര മാർക്ക് വാങ്ങും എന്നൊക്കെ നല്ല ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ അധ്യാപകൻ അറിയാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? വിദ്യാർത്ഥികൾ വിചാരിക്കും അധ്യാപകരെ ബോധിപ്പിക്കുവാനാണ് നമ്മൾക്ക് പരീക്ഷ നടത്തുന്നത് അല്ലെങ്കിൽ നാം പരീക്ഷ എഴുതുന്നതെന്ന്. എന്നാൽ അതല്ല, നേരെ മറിച്ച് പരീക്ഷ എന്തിനാണ് നടത്തുന്നത്? വിദ്യാർത്ഥികളെ അവനവന് തന്നെ ബോധ്യം വരുത്തണം അവൻ എത്രത്തോളം പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെയല്ലേ സാക്ഷാൽ ഗുരുഭവനപുരേശനായ നമ്മളുടെ ഗുരു ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ജീവിതമാകുന്ന പാഠപുസ്തകത്തിൽ നാം എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, എന്തെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്, എന്തെല്ലാം പ്രാവർത്തികമാക്കുന്നു എന്നൊക്കെ നമ്മളെ പരീക്ഷിക്കുന്നത്. അപ്പോൾ അത് നമ്മളോടുള്ള പരീക്ഷണമാണോ? അല്ലല്ലോ. നമ്മൾ സ്വയം വിലയിരുത്തണം നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ചിട്ടുണ്ട് എന്ന്. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ മഹാഭാരതം എടുത്താലും ഭാഗവതം എടുത്താലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു ചെറിയ ഉദാഹരണം നമുക്കിവിടെ പറയാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത്, അതായത് കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഭഗവാൻ ദ്വാരകയിലേക്ക് പോകുന്ന ഒരു സമയത്ത് ദ്വാരകാ നിവാസി തന്നെയായ ഒരു മഹർഷിയുണ്ട്, ഉത്തംഗ മഹർഷി. ഈ ഉത്തംഗ മഹർഷി എപ്പോഴും തീർത്ഥാടനത്തിലാണ്. അദ്ദേഹം തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങി പോകുന്ന ആ വേളയാണ്. ആ സന്ദർഭത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാനുമായി കണ്ടുമുട്ടുന്നത്. അപ്പോൾ തീർത്ഥാടനത്തിലായതിനാൽ ഉത്തംഗ മഹർഷിക്ക് കുരുക്ഷേത്ര യുദ്ധത്തിനെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കണ്ടപ്പോൾ ഉത്തംഗ മഹർഷി കുരുക്ഷേത്ര യുദ്ധത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അതിനെക്കുറിച്ചൊക്കെ എല്ലാ ബോധ്യവും ഉത്തംഗ മഹർഷിക്ക് വരുത്തി തീർക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. അതിനുശേഷം ശ്രീകൃഷ്ണൻ ഉത്തംഗ മഹർഷിയോട് ചോദിക്കുകയാണ്, ഇത്രയൊക്കെ നമ്മുടെ ഉത്തമ ഭക്തനായ നീ എന്നോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു, അപ്പോൾ നിനക്ക് ഞാനൊരു വരം നൽകാം. അപ്പോൾ ഉത്തംഗ മഹർഷി പറയും, ഭഗവാനെ, ഞാൻ ഇങ്ങനെ തീർത്ഥാടനം നടത്തുന്ന ഒരു മഹർഷി വരും, എന്നും കാനനത്തിലാവും എൻ്റെ യാത്രകളൊക്കെ, എനിക്ക് എന്തിനാണ് ഭഗവാനെ വരം? അപ്പോൾ ഭഗവാൻ വീണ്ടും പറയും, എന്തായാലും ഒരു വരം ചോദിച്ചുകൊള്ളൂ. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ കൂടുതൽ നിർബന്ധിക്കുമ്പോൾ ഉത്തംഗ മഹർഷി പറയും, എങ്കിൽ ഭഗവാൻ എനിക്കൊരു വരം തന്നോളൂ. അപ്പോൾ എന്താണ് നീ ചോദിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോൾ ഉത്തംഗ മഹർഷി ചോദിക്കുകയാണ്, എൻ്റെ തീർത്ഥാടന വേളയിൽ ഇടയ്ക്കൊക്കെ എനിക്ക് ദാഹജലം കിട്ടാതെ വരാറുണ്ട്. അപ്പോൾ ഇനിയുള്ള എൻ്റെ തീർത്ഥാടന യാത്രകളിലൊക്കെ എനിക്ക് ദാഹം തോന്നുകയാണെങ്കിൽ ഭഗവാനെ നീ എനിക്ക് ദാഹജലം നൽകണം. ഇത് മാത്രം മതി എനിക്ക് വരമായിട്ട്. തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തംഗ മഹർഷിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ വരം നൽകുന്നു. അങ്ങനെ ഭഗവാനും ഉത്തംഗ മഹർഷിയും പിരിഞ്ഞു അവിടെ നിന്ന്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഉത്തംഗ മഹർഷി ഒരു തീർത്ഥാടനത്തിൽ വീണ്ടും പോവുകയാണ്.
കാനനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉത്തങ്ക മഹർഷിക്ക് ദാഹം തോന്നുന്നു. പെട്ടെന്ന് ഉത്തങ്ക മഹർഷി ആലോചിച്ചു, ശ്രീകൃഷ്ണ ഭഗവാൻ എനിക്ക് വരം നൽകിയിട്ടുണ്ടല്ലോ, ഭഗവാനെ നാരായണ എനിക്ക് ദാഹജലം തന്നാലും എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തനിക്കെതിരെ ഉത്തങ്ക മഹർഷി നോക്കുമ്പോൾ ഒരു ചണ്ടാളനാണ് നടന്നു വരുന്നത്. ദേഹത്ത് ആകെ മുഷിഞ്ഞ മരൗരി, അതായത് മൃഗത്തിന്റെ തോല് ചുറ്റിയിരിക്കുന്നു. ആകെ മുഷിഞ്ഞ ഒരു ചണ്ടാളൻ തുകൽ സഞ്ചി തോളിൽ തൂക്കിയിട്ടുണ്ട്. ഈ ചണ്ടാളൻ ഈ ഉത്തങ്ക മഹർഷിയായ ആ ബ്രാഹ്മണന്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, മഹർഷേ അങ്ങക്ക് ദാഹം തോന്നുന്നുണ്ടോ, ദാഹജലം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ചണ്ടാളന്റെ തുകൽ സഞ്ചിയിൽ ഉണ്ടായിരുന്ന ജലം ഈ ബ്രാഹ്മണനായ ഈ മഹർഷിക്ക്, ഉത്തങ്ക മഹർഷിയുടെ കൈകളിലേക്ക് കൊടുക്കുവാനായി തുനിയുമ്പോൾ ഉത്തങ്ക മഹർഷി മാറി നിൽക്കൂ എന്ന് ആ ചണ്ടാളനോട് കോപിക്കുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ മഹർഷി കോപിതനാവുന്നത് കണ്ട് ചണ്ടാളൻ അപ്രത്യക്ഷനാവുന്നു. ചണ്ടാളനെ ഒരു നിമിഷം കാണാതെ വന്നപ്പോൾ ഉത്തങ്ക മഹർഷിക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്. ഇതെന്തോ ഭഗവാന്റെ ലീലയാണല്ലോ, ഇത് പെട്ടെന്ന് തന്നെ ഈ ചണ്ടാളൻ എവിടേക്ക് മറഞ്ഞു? ഭഗവാനെ നാരായണ വാസുദേവ എന്ന് വിളിച്ചുകൊണ്ട് നാരായണ നാരായണ എന്ന മന്ത്രത്താൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ഈ ബ്രാഹ്മണനായ ഉത്തങ്ക മഹർഷി. അതാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോട കുഴലുമത പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈതൊഴും നീൻ. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ട് ഈ ഉത്തുംഗ മഹർഷി ഭഗവാന്റെ പദാരവിന്ദങ്ങളിലേക്ക് സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ഭഗവാനെ എനിക്ക് തെറ്റുപറ്റിപ്പോയോ? എന്താണ് ഇവിടെ സംഭവിച്ചത്? എനിക്ക് ദാഹജലം നൽകാമെന്ന് പറഞ്ഞ ഭഗവാൻ എനിക്ക് ദാഹജലം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചണ്ടാളനെയാണോ എൻ്റെ മുന്നിലേക്ക് അയച്ചത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, എഴുന്നേൽക്കൂ. ഉത്തുംഗ മഹർഷി എഴുന്നേറ്റു. പെട്ടെന്ന് പറഞ്ഞു, നിന്റെ നമ്മോടുള്ള ഈ ഭക്തി കണ്ടുകൊണ്ട്, എൻ്റെ ഉത്തമ ഭക്തനായതുകൊണ്ട് നിന്നെക്കുറിച്ച് ഞാൻ ദേവേന്ദ്രനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, ഇത്രയും ഉത്തമ ഭക്തനായ ഉത്തംഗ മഹർഷിക്ക് അമൃതം കൊടുക്കണം. ആ അമൃതം നൽകുവാനായി ദേവേന്ദ്രൻ അമൃതമായാണ് ആ ചണ്ടാളന്റെ വേഷത്തിൽ നിന്റെ മുന്നിൽ എത്തിയത്. നീ ദേവേന്ദ്രനെയാണ് ആട്ടിപ്പായച്ചതെന്ന്. ഭഗവാന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ദീനത കൊണ്ട് ഉത്തുംഗ മഹർഷി വീണ്ടും വീണ്ടും നാരായണ എന്ന നാമത്താൽ ഭഗവാനെ ഭജിക്കുകയാണ്, ഭഗവാന്റെ മന്ത്രം ജപിക്കുകയാണ്. ഇതിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്, നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം തന്നെ അങ്ങനെയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ചാതുർവർണ്ണയത്തെ കുറിച്ച്. പക്ഷെ ആ ചാതുർവർണ്ണയത്തെയൊക്കെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായി, വളരെ വികൃതമായി തന്നെ പലരും എടുത്ത് വ്യാഖ്യാനിച്ച് ഭാരത സംസ്കാരത്തെ തന്നെ ഇന്ന് പൈശാചികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഭഗവാൻ എന്നും പറയുന്നത്, നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും ഉപദേശിച്ചു തന്നിട്ടുള്ളത്, നമ്മുടെ ഭാരത സംസ്കൃതിയിൽ ഉപദേശിച്ചു തന്നിട്ടുള്ളത് എന്നും എല്ലാ പാഠങ്ങളിലും ഞാനിവിടെ പറയാറുള്ളതാണ്. ഒരു എറുമ്പിന് പോലും ശ്രീനാരായണ ഗുരുവിന്റെ അരകമ്പ ദശകം പറഞ്ഞപ്പോഴും പറഞ്ഞു, ഒരു എറുമ്പിനെ പോലും പീഡ വരുത്തരുത്. അതുപോലെ ഒരു എറുമ്പിലും ഒരു ചണ്ടാളനായ കാട്ടാളനിലായാലും ഒരു ബ്രാഹ്മണനിലായാലും ക്ഷത്രിയനിലായാലും ശൂദ്രനിലായാലും വൈശ്യരിലായാലും ഏത് ജീവിയിലായാലും പരമാത്മ ചൈതന്യം എന്ന് പറയുന്ന ആ ജ്യോതിസ്, ആ ബോധം, ആ അറിവ് എല്ലാം ഒന്ന് തന്നെയാണ് എന്ന പൊരുൾ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ആരും ചെറുതല്ല, ആരും വലുതുമല്ല,
ഈശ്വരന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, എല്ലാവരും സമദർശികളാണ്. ആ സമദർശ ബോധം, എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ആ ബോധമാണ് നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഉദിക്കേണ്ടത്. ആ ബോധമുണ്ടായാൽ അറിവുള്ളവരായി നമ്മൾ മാറുന്നു. അവിടെ പിന്നെ മറ്റൊരാളോട് ശത്രു ഒരിക്കലും മറ്റൊരാൾ നമുക്ക് ശത്രുവാകുന്നില്ല. ശത്രുവാകുന്നതും മിത്രമാകുന്നതും നമ്മൾ തന്നെയാണ്. നമ്മുടെ ആത്മാവിൽ തന്നെയാണ് ശത്രുവും മിത്രവും ഒക്കെ ഇരിക്കുന്നത്. മറ്റൊരാളിൽ ഒരിക്കലും ഒരു ശത്രു ഇരിക്കുന്നില്ല എന്നുള്ള നമ്മുടെ ഭാരത സംസ്കാരം നമ്മൾ പുലർത്തിക്കൊണ്ടു പോകണം. നമുക്കറിയാം, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഒരു കടലാസ് കഷ്ണത്തിൽ നമ്മൾ ചവിട്ടി പോകുമായിരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കടലാസ് നമ്മൾ ആ അനന്ത വിഹായസിലേക്ക് ഒരു പട്ടമായി മാറുമ്പോൾ അത് അനന്ത വിഹായസിലേക്ക് പറന്നുയരേണ്ട കടലാസാണെന്ന് അറിയാതാണ് ചിലപ്പോൾ നമ്മൾ ആ കടലാസിൽ ചവിട്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കൂടി നമുക്ക് ഇത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ആരും ചെറുതല്ല. അതുപോലെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ ഒരു ഹിന്ദിയിലൊരു പദ്യം പഠിച്ചിട്ടുണ്ട്. ഏക് തിൻക എന്ന് പറയുന്ന ഒരു പദ്യം. അതിന്റെ കഥയെന്ന് പറയുന്നത്, ധനികനായ ഒരു വ്യാപാരി, അയാൾ അഹങ്കാരിയായി മാറിയിരിക്കുകയാണ്. സമ്പത്ത് കൂടിയിട്ട് അയാൾക്ക് ആരെയും തിരിച്ചറിയാൻ വയ്യ. അയാൾ ധനികനായത് കാരണത്താൽ തന്നെ അയാൾക്ക് അഹങ്കാരവും അത്രത്തോളം വർദ്ധിച്ചു. അങ്ങനെ ഒരു ദിവസം അയാൾ വിചാരിക്കുന്നത് എന്താണ്? അയാളിൽ വരുന്ന ആരുമില്ല, താനാണ് എല്ലാത്തിനും ശക്തിമാൻ, തന്നെ ആർക്കും ജയിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ദിവസം അയാൾ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അയാളുടെ കണ്ണിലേക്ക് ഒരു ചെറിയ പുല്ലിന്റെ തരി പറന്നു വന്ന് വീഴുകയാണ്. വെറും പുൽക്കൊടിയുടെ തരി, വെറും പൊടിയാണ് കണ്ണിൽ വീഴുന്നത്. ആ ഒരു പുൽക്കൊടിയുടെ നാമ്പ് കൊണ്ട് അയാളുടെ ജീവിതം തന്നെ ആകെ മാറി മറിയുകയായിരുന്നു. അയാൾക്ക് പിന്നീട് ഒന്നും കാണാൻ വയ്യ. അയാളുടെ ജീവിതം തന്നെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് മാറുകയാണ്. അത്ര ധനികനായ ഒരു മനുഷ്യന്റെ അഹങ്കാരത്തെ തീർക്കാൻ ഒരു പുൽക്കൊടിയുടെ ഒരു ചെറിയ തുമ്പിന് കഴിഞ്ഞുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഉള്ളിലേക്ക് ചിന്തിക്കും. നമ്മൾ പുറത്തേക്ക് ഈശ്വരനെ കാണാതെ നമ്മുടെ ഉള്ളിലുള്ള പരമാത്മ ചൈതന്യത്തിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ഏവർക്കും മനസ്സിലാക്കാം, പുറത്തല്ലേ ഈശ്വരൻ ഇരിക്കുന്നത്. ജന്മാഷ്ടമി ആയാലും മഹാനവമി ആയാലും ശ്രീരാമനവമി ആയാലും എല്ലാം നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത്. പുറമേ നമ്മൾ എല്ലാം ആഘോഷങ്ങൾ നടത്തുന്നു. പക്ഷേ അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മ ദിവ്യ സ്വരൂപനായ പരമാത്മാവിനെ എല്ലാവരിലും ഇരിക്കുന്നത് ഒരാള് തന്നെയാണ്. ആർക്കും ആരോടും ദ്വേഷത്തിന് കാരണമില്ല. ഒരു ഭിക്ഷക്കാരൻ, ഈ യാചകൻ വന്ന് നമ്മുടെ വീടിന്റെ മുന്നിൽ നിന്ന് യാചിക്കുമ്പോൾ അവനെ ആട്ടിപ്പായിക്കാതെ 1 രൂപയെങ്കിൽ 1 രൂപ കൊടുത്തു വിടുക, അങ്ങനെ ഒരു സംസ്കൃതിയാണ് നമ്മുടേത്. അവന്റെ മുന്നിൽ നമ്മളുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കാതിരിക്കുക, അതായിരിക്കട്ടെ നമ്മുടെ സംസ്കാരം. ഇന്ന് ഈ ജന്മാഷ്ടമി ദിനത്തിൽ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് ഭഗവാന്റെ മുന്നില് ഇതൊരു സമർപ്പണമായി തന്നെ ഞാൻ വെച്ചുകൊള്ളട്ടെ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഓം ക്ലീം കൃഷ്ണായ നമഃ.